വീണ്ടും ഒരു വെട്ടിക്കൊലപ്പെടുത്തൽ കൂടി. നടിയും ഇൻഫ്ലുവൻസറുമായ നാഗലക്ഷ്മിയെ ഭർത്താവാണ് കൊന്നത്. പിന്നാലെ അയാളും. കഴിഞ്ഞ ദിവസം കേരളത്തിൽ അൽമയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത വന്നതിന് പിന്നാലെ തമിഴ്നാട്ടിൽ നിന്നും അതേ വാർത്ത ഇതാ വന്നിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്ററും സംരംഭകയുമായ താരത്തെ വെട്ടിക്കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കുകയായിരുന്നു. ചെന്നൈ നങ്കനല്ലൂർ സ്വദേശിനിയും ശ്രീസായി സിൽക്സ് എന്ന സാരി സ്റ്റോർ ഉടമയുമായ 42-കാരി നാഗലക്ഷ്മിയാണ് ചെന്നൈയിലെ വീട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടത്. നാഗലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് സുബ്രഹ്മണ്യനെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിലും കണ്ടെത്തി. ഇൻസ്റ്റഗ്രാമിൽ 3.5 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള കണ്ടന്റ് ക്രിയേറ്ററാണ് നാഗലക്ഷ്മി. ശ്രീ സായി സിൽക്സ് എന്ന പേരിൽ ചെന്നൈയിൽ വലിയ വ്യാപാര സ്ഥാപനവും തുടങ്ങിയിരുന്നു. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് നാഗലക്ഷ്മിയും സുബ്രഹ്മണ്യനും ഏറെക്കാലമായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ചെന്നൈയിൽ നിന്ന് പോയ സുബ്രഹ്മണ്യൻ മധുരയിൽ ഒരു ബന്ധുവിനൊപ്പമായിരുന്നു താമസം. അടുത്തിടെയാണ് പ്രതിയായ സുബ്രഹ്മണ്യൻ ചെന്നൈയിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. തന്റെ ഭാഗത്തുനിന്ന് നേരത്തെയുണ്ടായ തെറ്റുകൾക്ക് നാഗലക്ഷ്മിയോട് ക്ഷമാപണം നടത്തിയ ഇദ്ദേഹം വീണ്ടും ഒരുമിച്ച് താമസിക്കാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിലും ആത്മഹത്യയിലും കലാശിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ദമ്പതിമാർക്ക് 2 ആൺമക്കളാണുള്ളത്. ഇതിൽ മൂത്ത മകൻ റഷ്യയിൽ MBBS വിദ്യാർത്ഥിയാണ്. രണ്ടാമത്തെ മകൻ ചെന്നൈയിൽ ദന്തൽ വിദ്യാർത്ഥിയും. കൊലപാതകത്തിന് ശേഷം സുബ്രഹ്മണ്യൻ രണ്ടാമത്തെ മകന് മൊബൈൽ ഫോണിൽ ഇത് സംബന്ധിച്ച് സന്ദേശം അയച്ചിരുന്നതായാണ് വിവരം. സന്ദേശം കണ്ടയുടൻ വീട്ടിലേക്കെത്തിയപ്പോഴാണ് നാഗലക്ഷ്മിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.